കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ 50ാമത്തെ ശ്ലോകം അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 5ാം സർഗത്തിലെ 50ാമത്തെ ശ്ലോകം. അതിലെന്താണെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. കണ്ടിന്യൂവേഷൻ വേണമല്ലോ. അതായത് വാനര രാജാവായിട്ടുള്ള സുഗ്രീവൻ ഇപ്പം തന്നെ അങ്ങയുടെ കൂടെ ശ്രീരാമൻ്റെ അടുത്തേക്ക് വരും. പിന്നെ വരൂ, അകത്തേക്ക് വരൂ. അതായത് സുഗ്രീവൻ ലക്ഷ്മൺ പുറത്ത് നിൽക്കല്ലേ, അപ്പോൾ അകത്തേക്ക് വരാൻ പറയുകയാണ്. ഈ രാജധാനിൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കണം. ഭാര്യയോടും പുത്രന്മാരോടും സുഹൃത്തുക്കളോടും കൂടി സുഗ്രീവനെ കാണൂ. പിന്നെ സുഗ്രീവനെ കാണുകയും അഭയം നൽകുകയും, അതായത് സുഗ്രീവന് അഭയം കൊടുക്കണം എന്ന് പറയുകയാണ്. ചെയ്തതിന് ശേഷം അങ്ങയോട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ കോപം കുറച്ചൊന്ന് കുറഞ്ഞു. സുഗ്രീവൻ ഇരിക്കണ ആ അന്തഃപുരത്തിലേക്ക് കടന്നു. അവിടെ സുഗ്രീവൻ രുമയെ ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ട് കട്ടിൽ മേലെ സുഖമായിരിക്കുന്നത് കണ്ടു. 51, 52 വായിക്കാം. ദൃഷ്ട്വാ ലക്ഷ്മണമത്യർത്ഥമുൽപാദാദിഭീതവദ് തം ദൃഷ്ട്വാ ലക്ഷ്മണ ക്രുദ്ധോ മദവിഹ്വലിതേക്ഷണം സുഗ്രീവം പ്രാഹ ദുർവൃത്ത വിസ്മൃതോസി രഘൂത്തമം ബാലീയേന ഹതോ വീര സ ബാണോദ്യ പ്രതീക്ഷതേ. ലക്ഷ്മണം ദൃഷ്ട്വ, ലക്ഷ്മണനെ കണ്ടിട്ട് അതിഭീതവത്, ഭയങ്കരമായിട്ട് പേടിച്ചിട്ട്, അത്യർത്ഥം ഉത്പപാത്, ഏറ്റവും ഭയങ്കരമായിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഏറ്റവും ഉത്പാപാത വേഗം നീട്ടിട്ട് മദവിഹ്വലിതേക്ഷണം തം ദൃഷ്ട്വ, മതം കൊണ്ട് വിവശായിരിക്കുന്ന കണ്ണുകളോടുകൂടി അവനെ കണ്ടിട്ട്, ഇങ്ങനെ ശ്രീരാമനോട് ചെയ്ത പ്രതിജ്ഞയെ മറന്ന് ഈ ഭാര്യ ആലിംഗനം ചെയ്തിരിക്കണ മതം കൊണ്ട് മയങ്ങിയ കണ്ണുകളോട് കൂടിയിട്ടുള്ള സുഗ്രീവനെ കണ്ടിട്ട് ക്രുദ്ധ ലക്ഷ്മണ സുഗ്രീവം പ്രാഹ, ക്രോധം കൊണ്ട് ജ്വലിച്ച ലക്ഷ്മണൻ സുഗ്രീവനോട് പറഞ്ഞു, ദുർവൃത്ത രഘുതമം വിസ്മൃത അസി, ഇട ദുരാചാര, രഘുശ്രേഷ്ഠനെ നീ മറന്നു അല്ലേ? വീരഹ ബാലി ഏന ഹതഹ, വീരനായ ബാലിയെ എങ്ങനെയാണ് നിഗ്രഹിക്കപ്പെട്ടത്? സഹബാണ, ആ ബാണം അദ്യ പ്രതീക്ഷതേ, നിന്നെയും കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദേഷ്യം വന്നു. കാരണം ലക്ഷ്മണനെ അങ്ങോട്ട് കണ്ടപ്പോൾ ഭേടിച്ചു. സുഗ്രീവൻ നീട്ടു നിന്നു. പക്ഷേ മതം കൊണ്ട് ചുമന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ സുഗ്രീവനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ, ആ അന്തഃപുരത്തിൽ കടന്നപ്പോൾ രുമയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മതം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടി സുഗ്രീവനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ നീട്ടി നിൽക്കുകയോ ചെയ്തു പേടിച്ചിട്ട് സുഗ്രീവൻ. പക്ഷേ സുഗ്രീവനെ ഇങ്ങോട്ട് കണ്ടപ്പോൾ ലക്ഷ്മണൻ്റെ കോപം ശരിക്കന്നെ കോപം കൊണ്ട് അഗ്നി പോലെ കോപാന്ധനായി. എന്നിട്ട് പറഞ്ഞു, ഹേ ദുഷ്ട, ഉപകാരസ്മരണയില്ലാത്തവനെ, എൻ്റെ ശ്രീരാമചന്ദ്രനെ നീ മറന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആ വീരനായിട്ട് ബാലിയെ വധിച്ച ബാണം നിന്നെ കൊല്ലാൻ വേണ്ടി ഭഗവാന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, ശ്രീരാമൻ്റെ കയ്യിൽ. ബാലിയെ കൊന്ന ബാണം ബാലിയെ കൊന്ന് തിരിച്ച അവനാഴി തന്നെ എത്തിയിട്ടുണ്ട്. ആ ബാണം ഇപ്പോഴും രാമൻ്റെ കയ്യിലുണ്ട്, അത് ഓർത്തോളൂ എന്ന് പറഞ്ഞു. ദൃഷ്ട്വാ ലക്ഷ്മണം അത്യർത്ഥം ഉൽപാദാദിഭീതവത് തം ദൃഷ്ട്വാ ലക്ഷ്മണ ക്രുദ്ധോ മദവിഹ്വലിതേക്ഷണം സുഗ്രീവം പ്രാഹ ദുർവൃത്ത വിസ്മൃതോസി രഘൂത്തമം ബാലീയേന ഹതോ വീര സ ബാണോദ്യ പ്രതീക്ഷതേ. ഇനി 53, 54, 55, 56 4 ഒന്നിച്ചാ. 53 ത്വമേവ ബാലിനോ മാർഗം ഗമിഷ്യസി മയാ ഹത ഏവമത്യന്തപുരുഷം വദന്തം ലക്ഷ്മണം തദാ ഉവാച ഹനുമാൻ വീരഃ കഥമേവം പ്രഭാഷസേ
തത്തോധികതരോ രാമേ ഭക്തോയം വാനരാധിപ രാമകാര്യാർത്ഥമനിശം ജാഗർത്തി നു വിസ്മൃതഃ ആഗതാഃ പരിതപശ്യ വാനരാ കോടിശപ്രഭോ ഗമിഷ്യന്ത്യചിരേണൈവ സീതായാः പരിമാർഗണം സാധയിഷ്യത് സുഗ്രീവോ രാമകാര്യമശേഷതഃ. എന്താ പറയണത് വെച്ചാൽ മയാ ഏവ ഹതഃ ത്വം, എന്നാൽ തന്നെ കൊല്ലപ്പെടുന്ന നീ ബാലിനഹ മാർഗം ഗമിഷ്യതി, ഞാൻ തന്നെ കൊല്ലും, ശ്രീരാമൻ വേണ്ട, എനിക്ക് അത്ര ദേഷ്യം വരുന്നുണ്ടത്. ബാലിനഹ മാർഗം ഗമിഷ്യതി, നീ ബാലിയുടെ മാർഗത്തിൽ തന്നെ ഗമിക്കും, മീൻസ് മരിക്കും. ഏവം അത്യന്തപുരുഷം വദന്തം ലക്ഷ്മണം, ഇപ്രകാരം അതികഠിനമാകുന്ന വാക്കുകൾ പറയുന്ന ലക്ഷ്മണനോട് വീരഹ ഹനുമാൻ ഉവാച, വേഗം ഹനുമാൻ പറഞ്ഞു, വീരനായ ഹനുമാൻ പറഞ്ഞു, ഏവം കഥ പ്രഭാഷസേ, ഇപ്രകാരം എന്തിനാണ് പറയണത്? അയം വാനരാധിപ, ഈ വാനരാധിപൻ ചൽ സുഗ്രീവനി, രാമേ ത്വത്വഹ അധികം ഭക്ത, രാമനിൽ നല്ല ഭക്തിയുള്ള ആളാണ്, അങ്ങേക്കാളും ഭക്തി ഉണ്ടെന്ന് പറയുക ഹനുമാൻ. ലക്ഷ്മണനോട് പറയുകയാണ്, ഈ സുഗ്രീവന് അങ്ങേക്കാളും രാമഭക്തി ഉണ്ട്. രാമകാര്യാർത്ഥം അനിശം ജാഗ്രതി, തീർച്ചയായിട്ടും രാമകാര്യത്തിനായിട്ട് പോവും, അതിനു വേണ്ടി റെഡി ആയിരിക്കണു. നതു വിസ്മൃത, മറന്നിട്ടില്ല. പ്രഭോ വാനരാഹ കോടിശഃ ആഗതാഹ, ഹേ പ്രഭോ വാനന്മാർ കോടി കോടി ഇതാ എത്തിച്ചേർന്നിരിക്കണു. പരിതഃ പശ്യ, നാലു ഭാഗത്തും നോക്കൂ. അജിരേണ ഏവ, കാലവിളംബം കൂടാതെ, അജിരേണ മീൻസ് വിഗ്ഗം, അധികം താമസമില്ലാതെ, സീതായാഹ പരിമാർഗണം കർത്തും, സീതയുടെ അന്വേഷണം ചെയ്യാനായിക്കൊണ്ട് ഇവർ പോവും. കോടി കോടി വാനന്മാരിവിടെ എത്തിക്കഴിഞ്ഞു, അവരൊക്കെ സീതാന്വേഷണത്തിന് പോവും, മറന്നിട്ടൊന്നുമില്ല പറയുക. സുഗ്രീവ രാമകാര്യം അശേഷതഃ സാധയിഷ്യതി, കണ്ടോളൂ, സുഗ്രീവൻ രാമകാര്യം സാധിപ്പിക്കും. എന്താ പറയണ ഇതിൽ, ഞാൻ തന്നെ നിന്നെ ഇപ്പോൾ ബാലിയുടെ പിന്നെ വിധി നിനക്ക് ഇപ്പം ഈ നിമിഷം ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം, മീൻസ് ഞാൻ തന്നെ വേണമെങ്കിൽ നിന്നെ കൊല്ലാം ഇപ്പോൾ. ഇങ്ങനെ അത്ര ദേഷ്യത്തോടുകൂടിയാണ് പറഞ്ഞതേ. ഹേ ഉപകാരസ്മരണമില്ലാത്ത ദുഷ്ട, പിന്നെ ബാലിയെ കൊന്ന സെയിം അമ്പ് ശ്രീരാമൻ്റെ കയ്യിലിതാ നിന്നെ കൊല്ലാനായി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആദ്യമല്ലേ. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ തന്നെ വേണമെങ്കിൽ നിന്നെ കൊല്ലാം. ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കഠിനമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ ഹനുമാൻ വേഗം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാമോ ഭഗവാനെ, ഇങ്ങനെയൊക്കെ പറയാമോ ലക്ഷ്മണ ഭഗവാനെ? ഈ സുഗ്രീവൻ ഇങ്ങനെ ഇപ്പോൾ രുമയുടെ കൂടെ ഇരിക്കുന്നത് കണ്ടോണ്ട് ഭഗവാനോട് ചെയ്ത പ്രതിജ്ഞ മറന്നു എന്നൊന്നും വിചാരിക്കണ്ട. ശരിക്കും ശ്രീരാമന് അങ്ങേക്കാളും സുഗ്രീവന് അങ്ങേക്കാളും രാമനോട് ഭക്തിയുണ്ട്. എപ്പോഴും രാമകാര്യത്തിൽ ജാഗരൂകനായിരിക്കുന്ന ആളാണ്, ഒന്നും മറന്നിട്ടൊന്നുമില്ല. വാനരന്മാരിതാ കോടിക്കണക്കിൽ ഇവിടെ എത്തിച്ചേർന്നു അവരോട് വരാൻ പറഞ്ഞിട്ട്. ഇനി ഒന്ന് പോയി നോക്കൂ, സമുദ്രം പോലെ വാനരന്മാരെ എത്തിച്ചേർന്നിരിക്കണു. വാനര സമുദ്രം തന്നെ കാണാൻ ഇവിടെ ചെന്നു നോക്കൂ. അവർ വേഗം തന്നെ സീതയെ അന്വേഷിക്കാൻ 10 ദിക്കിലേക്കും പുറപ്പെടുകയാണ്. രാമകാര്യത്തിന് സുഗ്രീവൻ സാധിപ്പിക്കും, സംശയം വേണ്ട എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. ആര്? ഹനുമാനി. അത് പറയാനുള്ള ധൈര്യമുണ്ട് ഹനുമാന്. ത്വമേവ ബാലിനോ മാർഗം ഗമിഷ്യസി മയാ ഹത ഏവം അത്യന്തപുരുഷം വദന്തം ലക്ഷ്മണം തദാ ഉവാച ഹനുമാൻ വീരഃ കഥമേവം പ്രഭാഷസേ തത്വോധികതരോ രാമേ ഭക്തോയം വാനരാധിപ രാമകാര്യാർത്ഥമനിശം ജാഗർത്തി നതു വിസ്മൃതഃ ആഗതാഃ പരിതപശ്യ വാനരാഃ കോടിശപ്രഭോ ഗമിഷ്യന്ത്യചിരേണൈവ സീതായാഃ പരിമാർഗണം സാധയിഷ്യതി. സീതയെ സാധിപ്പിക്കുന്ന സുഗ്രീവോ രാമകാര്യമശേഷത, ഒരു വിഷമമില്ലാണ്ട് രാമകാര്യമൊക്കെ സാധിപ്പിക്കും. ഇനി 87. ശ്രുത്വാ ഹനുമതോ വാക്യം സൗമിത്രിർ ലജ്ജിതോ ഭവേദ് സുഗ്രീവോപ്യർഘ്യപാദ്യാദ്യൈർ ലക്ഷ്മണം സംപ്രപൂജയത്. ഹനുമതഃ വാക്യം ശ്രുത്വ, ഹനുമാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സൗമിത്രി ലജ്ജിതഃ അഭവത്. ഇങ്ങനെ ഞാൻ പെട്ടെന്നുള്ള കോപം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുല്ലോ എന്ന് വിചാരിച്ചിട്ട് സൗമിത്രി ലക്ഷ്മണൻ, സുമിത്രയുടെ മകനല്ലേ, സൗമിത്രി മീൻസ് ലക്ഷ്മണൻ ലജ്ജിച്ചു.
സുമിത്രയുടെ മകനായതുകൊണ്ടാണ് സൗമിത്രി പറയുന്നത്. സുഗ്രീവ അഭി, സുഗ്രീവനും അർഘപാദ്യാദികൾ കൊണ്ട് ലക്ഷ്മണം സംപ്രപൂജയത്, വേണ്ട പോലെ പൂജിച്ചു. അപ്പോൾ ഹനുമാൻ ഇത് പറഞ്ഞപ്പോൾ ശരിയാ തോന്നി ആർക്ക്, പിന്നെ ലക്ഷ്മണന്. അപ്പോൾ താൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ശുണ്ടിയെടുത്ത് ഇങ്ങനെ കഠിനമായ വാക്കുകൾ പറഞ്ഞതിൽ ലജ്ജ തോന്നി. അപ്പോഴേക്കും വേഗം സുഗ്രീവൻ പിന്നെ അതിഥി സൽക്കാരം ചെയ്യണമല്ലോ. അപ്പോൾ കാല് കഴുകിച്ച് ആസനം കൊടുത്ത് കുടിക്കാനൊക്കെ കൊടുത്ത് നല്ലോണം വേണ്ട പോലെ ലക്ഷ്മണനെ സൽക്കരിച്ചു. അതാണ് അർഘ്യപാദ്യാദികളൊക്കെ ചെയ്തു, അതാണ് പറഞ്ഞതിൽ. അപ്പോൾ ശ്രുത്വാ ഹനുമദേവാക്യം സൗമിത്രിർ ലജ്ജിതോഭവേദ് സുഗ്രീവ അഭിന്ന് സുഗ്രീവോപ്യർഘ്യപാദ്യാദ്യൈർ ലക്ഷ്മണം സംപ്രപൂജയത്, വേണ്ട പോലെ പൂജിച്ചു. ഇനി 58 59 ഒരു വരി. ആലിംഗ്യപ്രാഹ രാമസ്യ ദാസോഹം തേന രക്ഷിത രാമ സ്വതേജസാ ലോകാൻ ക്ഷണാർത്ഥേനൈവ ജേഷ്യതി സഹായമാത്രമേവാഹം വാനരൈഹി സഹിത പ്രഭോ. ആലിംഗ്യപ്രാഹ, ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, അഹം രാമസ്യ ദാസഃ, ഞാൻ രാമൻ്റെ ദാസനാണ്. ദാസനാണ്. തേന രക്ഷിത, അവനാൽ രക്ഷിക്കപ്പെടേണ്ടവനാണ്. അല്ലെങ്കിൽ അവനാൽ ബാലിയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഞാൻ, അല്ലേ? ബാലിയാണല്ലോ രാമനെ രക്ഷിച്ചത്. രാമഃ സ്വതേജസ, രാമൻ സ്വന്തം തേജസ് കൊണ്ട് ക്ഷണാർത്ഥേന ഏവ, ഒരു നിമിഷം കൊണ്ട് തന്നെ ലോകാൻ ജേഷതി, ലോകങ്ങളെയൊക്കെ ജയിക്കും. പ്രഭോ വാനരൈഹി സഹിത അഹം, ഞാൻ വാനരന്മാരോട് കൂടിയ ഞാൻ. സഹായമാത്രം സഹായം മാത്രം. അതൊക്കെ നല്ലോണം സുഗ്രീവൻ അറിയാം. എന്താ പറഞ്ഞറിയോ? സുഗ്രീവൻ വേഗം ലക്ഷ്മണനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പ്രഭോ ഞാൻ രാമൻ്റെ ദാസനാണ്, അങ്ങേപ്പോലെ തന്നെ രാമനാൽ രക്ഷിക്കപ്പെട്ടവനുമാണ്. എന്നെ രാമനാണ് രക്ഷിച്ചത്. രാമന് ശരിക്ക് പറയാച്ചാൽ എൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. ഞാൻ നിമിത്തമാത്രമായിട്ട് സ്വന്തം ശക്തി കൊണ്ട് തന്നെ ഒരു നിമിഷം കൊണ്ട് രാമന് സ്വന്തം ശക്തി കൊണ്ടുതന്നെ ഒരു നിമിഷം കൊണ്ട് രാവണനെയൊക്കെ തോൽപ്പിച്ച് സീതയെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വാനരന്മാരോട് കൂടിയിട്ടുള്ള ഈ സുഗ്രീവനായിട്ടുള്ള ഞാൻ വെറും ഒരു നിമിത്തം പോലെ ഭഗവാനെ സഹായിക്കുകയാണെന്ന് നടിച്ച്, അതാണ് ഇപ്പം രാമൻ്റെ ഇച്ഛ. എന്നാൽ സഹായിക്കപ്പെടണം എന്ന് ലോകത്തിന് കാണണം. ആ ഇച്ഛ കൊണ്ട് മാത്രം ഞാനൊരു നിമിത്തമായി, അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് ഞാനും എൻ്റെ വാനരസംഘവും പ്രവർത്തിക്കണോ, അത്രയേ ഉള്ളൂ. കാരണം സർവശക്തനാണ് ശ്രീരാമൻ. സ്വന്തം ശക്തി കൊണ്ടൊക്കെ ഒരു വിഷമവും ഇല്ലാതെ എന്ത് കാര്യം വേണമെങ്കിലും സാധിക്കാൻ പറ്റുന്ന ആളാണ്. ഞാനും എൻ്റെ വാനരസംഘവും വെറും ഒരു ഉപകരണമായിട്ട് ഇവിടെ അദ്ദേഹം ഉപയോഗിക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് പറഞ്ഞു, അല്ലേ? ആലിംഗ്യപ്രാഹ രാമസ്യ ദാസോഹം തേന രക്ഷിത രാമസ്വതേജസ ലോകാൻ ക്ഷണാർത്ഥേനൈവ ജേഷതി. ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ജയിക്കാനുള്ള ശക്തിയുള്ള ആളാണ്. ഞാനൊക്കെ വെറും ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അത്രയേ ഉള്ളൂ എന്ന്. ഇനി 60, 61, 62, അതായത് ഈ 59 ഒരു വരിയുണ്ട് കേട്ടോ. സൗമിത്രിരപി സുഗ്രീവം പ്രാഹ കിഞ്ചിന്മയോദിതം തൽ ക്ഷമസ്വ മഹാഭാഗ പ്രണയാദ്ഭാഷിതം മയാ ഗച്ഛാമോദ്യൈവ സുഗ്രീവ രാമസ്തിഷ്ഠതി കാനനെ ഏക ഏവാദിദുഃഖാർത്തോ ജാനകീ വിരഹാൽ പ്രഭുഃ തഥേതി രഥമാരുഹ്യ ലക്ഷ്മണേന സമന്വിതഃ വാനരൈഃ സഹിതോ രാജാ രാമമേവാന്വപദ്യത. 62 ഒരു വരിയുണ്ട് കേട്ടോ. എന്താ അറിയോ? സൗമിത്രി അബി, അപ്പോൾ ലക്ഷ്മണനും സുഗ്രീവം പ്രാഹ, സുഗ്രീവനോട് പറഞ്ഞു. ലക്ഷ്മണന് വിഷമായി ആദ്യം ദേഷ്യപ്പെട്ടതൊക്കെ. മയാ കിഞ്ചിത് ഉദിതം, എന്നാൽ ഈ പറയപ്പെട്ട ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ. മഹാഭാഗ, ഹേ പൂജ്യ, പ്രണയാത് മയാ ഭാഷിതം തദ്, സ്നേഹം കൊണ്ട് ഞാൻ അറിയാതെ, അതായത് ശ്രീരാമചന്ദ്രനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയ വാക്കുകളെ ക്ഷമസ്വ, ക്ഷമിച്ചാലും. നോക്കൂ, ലക്ഷ്മണൻ്റെ ഒരു വിവേകം. തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ ഒരു വാനര രാജാവിനോട് ക്ഷമ ചോദിക്കാൻ ഒരു മടിയുണ്ടായില്ല. അപ്പോൾ പറഞ്ഞു,
ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കഠിനമായ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ ഏട്ടനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ക്ഷമസ്വ സുഗ്രീവ അദ്യ ഏവ ഗച്ഛാമ. ഹേ സുഗ്രീവ, ഇപ്പം തന്നെ നമുക്ക് പോകണം. രാമ കാനനെ ഏക ഏവ തിഷ്ഠതി. പാവം ഏകമേവ, ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ് കാട്ടിൽ. മാത്രമല്ല ജാനകി വിരഹാൽ, ജാനകിയോടുള്ള വിരഹം കൊണ്ട് പ്രഭു ദുഃഖാർത്ഥ, അങ്ങേയറ്റം ദുഃഖിച്ച് ഇരിക്കുകയാണ് രാമൻ. തഥായിഥി രഥം ആരുഹ്യ, അപ്രകാരമെന്ന് പറഞ്ഞ് വേഗം രഥത്തിൽ കയറിയിട്ട് ലക്ഷ്മണേന സമന്വിത, ലക്ഷ്മണനോട് കൂടി വാനരൈഹി സഹിത, മുഖ്യ വാനന്മാരെയും കൊണ്ട് രാജാവായ സുഗ്രീവൻ രാമം ഏവ അന്വപദ്യത, രാമൻ്റെ അടുത്തെത്തി. അപ്പം ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ, ലക്ഷ്മണനും സുഗ്രീവനോട് അപ്പം പറഞ്ഞു, ഞാൻ കഠിനമായിട്ടുള്ള പരുഷമായ വാക്കുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അതൊക്കെ എനിക്ക് ഏട്ടനോടുള്ള അത്യഗാധമായ സ്നേഹം കൊണ്ട് എനിക്ക് ഏട്ടൻ്റെ കാര്യം നടക്കാതെ വന്നപ്പോൾ എനിക്ക് ദുഃഖം കൊണ്ട്, ആ ദുഃഖത്തിൽ നിന്നുണ്ടായ, അല്ലെങ്കിൽ ഏട്ടനോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടായ കോപം കൊണ്ടാണ് ഞാൻ അങ്ങ് ഇതൊക്കെ പറഞ്ഞത്. അങ്ങ് വളരെ പൂജ്യനാണ്, അങ്ങ് ക്ഷമിച്ചാലും. ഹേ സുഗ്രീവ, നമുക്ക് ഇപ്പം തന്നെ പോകണം ഏട്ടൻ്റെ അടുത്തേക്ക്. ഏട്ടൻ അവിടെ കാട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഞാനും കൂടി കൂടെ ഇല്ലല്ലോ. എല്ലാറ്റിനും ശക്തനായിട്ടുള്ള ആളാണ് ഏട്ടൻ, എനിക്കറിയാമെങ്കിലും സീതാവിയോഗം കൊണ്ട് ഇതാ സാധാരണ മനുഷ്യനെ പോലെ ദുഃഖിച്ചിരിക്കണു. അങ്ങനെ ശരി. അപ്പം അത് കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ശരി ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് അവർ തേരിൽ കയറി സുഗ്രീവനും ലക്ഷ്മണനും വാനരന്മാരോട് കൂടി തേരി കയറി ശ്രീരാമസ്വാമിയുടെ സമീപത്തേക്ക് പോയി എന്നാണ് ഇതിൽ പറഞ്ഞത്. ത്വമേവ ബാലിനോ മാർഗം ഗമിഷ്യസി മയാ ഹതഃ ഏവമത്യന്തപരുഷം വദന്തം ലക്ഷ്മണം തദാ ഉവാച ഹനുമാൻ വീരഃ കഥമേവം പ്രഭാഷസേ തത്തോധികതരോ രാമേ ഭക്തോയം വാനരാധിപ രാമകാര്യാർത്ഥമനിശം ജാഗർത്തി നതു വിസ്മൃതഃ ആഗതാഃ പരിതപസ്യ വാനരാः കോടിശ പ്രഭോ ഗമിഷ്യന്ത്യചിരേണൈവ സീതായാः പരിമാർഗണം സാധയിഷ്യതി സുഗ്രീവോ രാമകാര്യം അശേഷതഃ. എന്നിട്ട് 63-ാമത്തെ ശ്ലോകമാണ് ഈ 5-ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകം. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് 6-ാം സർഗം അടുത്ത ദിവസം ഭേദം നോക്കാം, എത്ര സമയാവുന്ന. ഭേരി മൃദംഗൈർ ബഹുഹൃക്ഷവാനരൈഃ ശ്വേതാതപത്രൈർ വ്യജനൈശ്ച ശോഭിതഃ നീലാംഗദാദ്യൈർ ഹനുമൽപ്രധാനൈ സമാവൃതോ രാഘവമഭ്യഗാത് ഹരിഃ. ഭേരി മൃദംഗൈഃ, അതായത് വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ട്, ഭേരി മൃദംഗമൊക്കെ കൊട്ടി. ബഹുഹൃക്ഷവാനരൈഃ, അനവധി വാനരന്മാർ, ഹൃക്ഷന്മാർ, വാനരന്മാർ, ഇവരൊക്കെ അതെ ഇങ്ങനത്തെ വാനരന്മാർ ശ്വേതാതപത്രൈഹി, വെൺകൊറ്റക്കുടകൾ കൊണ്ടും വ്യജനൈഹി, ആലവട്ടങ്ങൾ കൊണ്ടും ശോഭിക്കുന്നവനും ഹനുമൽ പ്രധാനൈ നീലാംഗദാദ്യൈ സമാവൃത, ഹനുമാനും ഏറ്റവും പ്രധാനം ഹനുമാനാണ്, ഏറ്റവും മുഖ്യം. പിന്നെ നീലൻ, അംഗദൻ മുതലായ മുഖ്യ വാനരന്മാരാലും ചുറ്റപ്പെട്ടുമിരിക്കുന്ന ഹരി, ഹരിവൻ നമ്മുടെ വാനരൻ, സുഗ്രീവൻ എന്നർത്ഥം, രാജാവ്. രാഘവം അഭ്യഗാത്, രാമൻ്റെ അടുത്തേക്ക് പോയി എന്ന്. അതായത് ഭേരി മൃദംഗാദി വാദ്യങ്ങളും വെൺകൊറ്റക്കൊടകളും ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും മുതലായിട്ടുള്ള രാജചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ആ ചിഹ്നങ്ങളൊക്കെ കൂടി, രാജചിഹ്നങ്ങളോടുകൂടി ഹനുമാൻ, അംഗദൻ, നീലൻ മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട വാനര വീരന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് വാനരാജാവായ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിലേക്ക് പോയി എന്നർത്ഥം. അതായത് ഒറ്റയ്ക്കല്ല പോയതേ, പിന്നെ സുഗ്രീവൻ രാജാവല്ലേ, അപ്പം രാജചിഹ്നങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് പോയത് ശ്രീരാമൻ്റെ അടുത്തേക്ക്. കാരണം പിന്നെ അങ്ങനെയല്ല, നല്ല ഹനുമാനെ പോലുള്ള വാനന്മാരെ കൂടെ കൂട്ടി, നീലൻ, അംഗദൻ അവരെയൊക്കെ കൂട്ടി, ശക്തിമാന്മാരായിട്ടുള്ളവരൊക്കെ. കാരണം ഈ കാര്യം സാധിക്കാൻ പോവുകയാണല്ലോ,
പിന്നെ അപ്പം അത് ശ്രീരാമന് ബോധ്യമാവണമല്ലോ. അപ്പോൾ ശരിക്കും ഒരു രാജാവിനെ പോലെ തന്നെയാണ് പോയത്. എല്ലാ മന്ത്രിമാരാലൊക്കെ ചുറ്റപ്പെട്ടുകൊണ്ട് അങ്ങനെ സുഗ്രീവൻ ഭേരി മൃദംഗങ്ങളെ കൊണ്ട് വെൺകൊറ്റക്കൊടയൊക്കെ പിടിച്ചിട്ടാണ് ആലവട്ടവും പഞ്ചാമരവും ആയിട്ട് എല്ലാ രാജചിഹ്നങ്ങളോടും കൂടി ശ്രീരാമസന്നിധിയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ 5-ാം സർഗം അവസാനിക്കുന്നത്. അപ്പം ഞാൻ 63-ാമത്തെ ശ്ലോകം, ഏറ്റവും അവസാന ശ്ലോകം വായിച്ച് ഇന്ന് നമുക്കിവിടെ നിർത്തിയിട്ട് 6-ാം സർഗത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഭേരി മൃദംഗൈർ ബഹുഹൃക്ഷവാനരൈ ശ്വേതാതപത്രൈർ വ്യജനൈശ്ച ശോഭിത. നല്ല വെളുത്ത പെൺകൊറ്റക്കൊടയൊക്കെ നമുക്കിങ്ങനെ ആലോചിച്ചാലൊക്കെ മനസ്സിൽ വരുമല്ലോ. നീലാംഗദാദ്യൈർ ഹനുമൽ പ്രധാനൈഹി സമാവൃതോ, ചുറ്റപ്പെട്ടുകൊണ്ട്, അതായത് വലിയ വലിയ വാനരമുഖ്യന്മാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്. രാഘവം അഭ്യഗാത് ഹരിഹി, ഇവിടെ ഹരി പിന്നെ കുറഞ്ഞ വാനരനാണല്ലോ, സുഗ്രീവനാണ്. രാമൻ്റെ സന്നിധിയിലേക്ക് പോയി. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ 5മ സർഗഃ. അപ്പോൾ ഇവിടെ നമുക്ക് നിർത്താം. ഇനി കിഷ്കിന്ധാകാന്ഡം 6-ാം സർഗത്തിലാണ് ഇനി സീതാന്വേഷണത്തിന് പോണതുമൊക്കെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി ശരണം.